ആഫ്രിക്കയിൽ അങ്ങനെയൊന്നുമില്ല. ഡോക്ടർ ആ ഡോക്ടർ എന്ന് വെച്ചാൽ എല്ലാം ചെയ്യും. അല്ല, കാരണം അത്രയും ഡോക്ടർമാർ തന്നെ ഇല്ല. അനസ്തീഷ്യ കൊടുക്കുന്നത് പോലും ഈ പറയുന്ന അനസ്തറ്റിക് നേഴ്സുമാരാണ് കൊടുക്കുന്നത്. പ്രസവം നടക്കുന്നത് പോലും മിഡ് വൈഫ്സാണ് നടത്തുന്നത്. അല്ലാതെ ഡോക്ടേഴ്സൊന്നും ഈ പറഞ്ഞ കാണത്തില്ല. അത് നമ്മൾ ഈ പറഞ്ഞ ബീഹാറിലൊക്കെ പോയാൽ എന്തുകൊണ്ട് അവിടെ ഡോക്ടർമാരില്ലാതാവുന്നു എന്നുള്ളത്, അവർക്ക് ഈ പറയുന്ന ഡോക്ടർമാർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒരു കുട്ടികൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സംഭവം ഒന്നും കാണത്തില്ല. ഏത് യുദ്ധത്തിനകത്തും ഏറ്റവും വലിയ എമർജൻസി എന്ന് പറയുന്നത് പ്രസവമാണ്. യുദ്ധമല്ലെന്നൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. ആഫ്രിക്കയിൽ പോകുമ്പോൾ നമ്മൾ പറയും, അവർ പറയും നിങ്ങൾ പോയി ഒരു 10 സിസേറിയൻ, അപ്പോൾ അല്ലെങ്കിൽ 10 സിസേറിയനും 10 നോർമൽ ഡെലിവറിയും നമ്മൾ എത്ര കണ്ട് മുമ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും പോയി അസിസ്റ്റ് ചെയ്യണം. റൈറ്റ്. അതേപോലെ ആ ബുക്കിനകത്ത് നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആവുന്നതും ഒരു ട്രോമ തരുന്നതും ഒരു പർട്ടിക്കുലർ ഒരു ഇതുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച്, അതായത് ഒരു മനുഷ്യൻ്റെ ആ ലൈഫ് കംപ്ലീറ്റ് എൻഡ് ആവുന്നവരേക്കും സന്തോഷേട്ടനെ കണ്ടു നിൽക്കേണ്ട അവസ്ഥകൾ ഡിഫൈൻഡ് ആണ് അതിനകത്ത്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ നേരത്തെ പറഞ്ഞ പോലത്തെ റൈവൽറി കാരണം ചുമ്മാ വെടിവെച്ച് കൊന്ന് തള്ളുന്ന ഒരു സ്റ്റേറ്റ് പറയുന്നുണ്ടായിരുന്നു. അതൊന്ന് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. കാരണം ഈ നേരത്തെ പറഞ്ഞ കോസസ് തന്നെയാണോ അതോ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൻ്റെ ആണോ? സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൻ്റെ. അതെ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് വാസ്തവത്തിൽ ഈ ഇതുപോലത്തെ ഒരു സുഡാനിലെ കോണ്ടെക്സ്റ്റ് പോലെ തന്നെയാണുള്ളത്. അതിന്റെ ഈ നോർത്തേൺ ഹാഫ് ഈ ചാടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ബാങ്കുയിലുണ്ടായിരുന്നിരിക്കുന്നത്. അവിടുത്തെ ഈ സംഭവം ഇത് ഏകദേശം ഈ പറയുന്ന ഈ സൗത്ത് സുഡാനിന് വളരെ സിമിലർ ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഇതെന്ന് പറയുന്നത് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്. അതിൻ്റെ ഈ പറഞ്ഞ വടക്ക് ഭാഗം, നോർത്ത് ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചാടിനോട് ചേർന്ന് നടക്കുന്ന രാജ്യമാണ്. ചാടിനോട് ചാട് ഈ പറയുന്ന മുസ്ലിം ഇൻവേഷൻ, ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് വെച്ചാൽ ഓട്ടോമൻ എംപയറിനാണ്. ഓട്ടോമൻ ഈ പറയുന്ന ബൈസാന്തിൻ എംപയർ 14th സെഞ്ച്വറിയിലാണ് താഴെ വീഴുന്നത്. ഇറ്റ് വാസ് എ റെമിനന്റ് ഓഫ് റോമൻ എംപയർ. റെമിനന്റ് ഈ ബൈസാന്തിൻ എംപയർ വെച്ചാൽ ഈ റോമൻ എംപയറിൻ്റെ ഒരു ഈസ്റ്റ് ഹാഫ് ആയിരുന്നു. പിന്നെ ബൈസാന്തിൻ എംപയർ ആയിട്ട് കുറേ ഫ്ലറിഷ് ചെയ്തു. പിന്നെ അത് അവസാനം അത് ഡിക്ലൈനിലായപ്പോഴാണ് മെഹമ്മൂദ് സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ഒരു ഓട്ടോമൻ എംപററാണ് സീജ് ചെയ്ത് ഇസ്താൻബുളിലൊക്കെ പിടിക്കുന്നത്. വളരെ ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻ്റാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ തന്നെ വളരെ ഹിസ്റ്റോറിക്കൽ ഈവൻ്റാണ്. ദിസ് ഹാസ് ഈ പറഞ്ഞ ഓട്ടോമൻ എംപയർ ഇറ്റ് പേവ്സ് ദ വേ ഇൻ ടു ഓൾമോസ്റ്റ് ലൈക്ക് സ്പെയിൻ വരെയൊക്കെ ഇസ്ലാം പോകുന്നതും നോർത്തേൺ ആഫ്രിക്ക മുഴുവൻ ഇസ്ലാം ആവുന്നതൊക്കെ അതിൻ്റെ കോൺസിക്വൻഷ്യലായിട്ടാണ്. അപ്പോൾ അതാണ് ഈ നോർത്ത് ആഫ്രിക്ക മുഴുവൻ ഒരു മുസ്ലിം ഡോമിനൻസ്, ഈ റിലീജിയസ് ഡോമിനൻസ് വരെയുള്ള കാര്യം വാസ്തവത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അത് ഏകദേശം ഈ പറഞ്ഞ ഈ സഹേൽ, ഈ പറഞ്ഞ ഈ മരുഭൂമിയുടെ അറ്റം വരെ വരും. കാരണം ഇവരുടെ ക്ലൈമറ്റ് അതുപോലെയാണ്. ഈ സൗദി അറേബ്യയുടെയും മറ്റൊരു ക്ലൈമറ്റ് സെയിം ക്ലൈമറ്റ് ആയതുകൊണ്ട് അതിനകത്ത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അവിടെ മുഴുവനുള്ളത്. മാത്രമല്ല ഈ സെൻട്രൽ, ഈ പറഞ്ഞ ആഫ്രിക്കയുടെ സെൻട്രലിലോട്ട് വരുമ്പോൾ പിന്നെ ഈ ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റാണ്. കംപ്ലീറ്റ് ഈ കൊതുകും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. പറഞ്ഞാൽ ഈ കൊളനൈസേഴ്സ് ലൂസ് ചെയ്യുന്നത് വാറിലല്ല, ഈ മലേറിയ പിടിച്ചിട്ടാണ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്ന കോളനൈസേഴ്സ് ബെൽജിയംകാരായിരുന്നാലും ഫ്രഞ്ചുകാരായിരുന്നാലും ഈ പറഞ്ഞ ബ്രിട്ടീഷായിരുന്നാലും ഒക്കെ അവർ ഇൻ ഡ്യൂ കോഴ്സ് ഈ പറഞ്ഞ ആഫ്രിക്കയിൽ സർവൈവ് ചെയ്യാനേ പറ്റുന്നില്ല. അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം മലേറിയ. ആഫ്രിക്കക്കാർ സർവൈവ് ചെയ്യും, കാരണം അവർ അഡാപ്റ്റ് ആണ്. ഇവർക്ക് പുറത്തു വരുന്ന കാര്യം അപ്പോഴേ മരിച്ചു. അതും സിവിയർ ആയിട്ടുള്ള സ്പീഷീസൊക്കെയാണ്. സെർബൽ മലേറിയ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള സംഭവം. അപ്പോൾ ഈ ഇക്വേറ്ററിൻ്റെ അടുപ്പിച്ചുള്ള സ്ഥലങ്ങൾ മുഴുവൻ അങ്ങനെ അവർക്ക് കയ്യേറാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതേസമയം പതുക്കെ ക്രിസ്ത്യൻ മിഷണറീസ് പലപ്പോഴും വന്നിട്ട്, അപ്പോൾ അത് കാരണം നമുക്ക് കാണാം ഈ പറഞ്ഞ സ്പെയിൻ്റെ ഇൻഫ്ലുവൻസ്, സ്പെയിനെക്കാട്ടിയും ഫ്രഞ്ച് ഇൻഫ്ലുവൻസും ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസുമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ ഈ വെസ്റ്റേൺ ആഫ്രിക്കയിലും സദേൺ ആഫ്രിക്കയിലും ഒക്കെ
ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബോർഡർ ലൈൻസൊക്കെ മിക്കവാറും രാജ്യത്തിന് കുറുകയൊക്കെയാണ് ഈ ഓക്കെ. ഇൻഫ്ലുവൻസസിൻ്റെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലമാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ സൗത്ത് സുഡാൻ, അങ്ങനെ സ്ഥലമാണ്, അല്ലെങ്കിൽ സുഡാൻ അങ്ങനെ സ്ഥലമാണ്, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് അതുപോലെ സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഈ ഈ ഈ രണ്ട് പേര് അപ്പോൾ അതിനകത്ത് അണ്ടർലൈങ് ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്രൈബൽ ഇഷ്യൂ ഉണ്ട്. ബേസിക്കലി ട്രൈബൽസാണ്. ഈ ട്രൈബിൻ്റെ പുറത്ത് റിലിജൻ കയറി വരുന്നു. അപ്പോൾ ആ റിലിജൻസ് മിക്കവാറും ഈ പറയുന്ന കട്ടിങ് അക്രോസ് ദി ട്രൈബൽ ലൈൻസ് ആയിരിക്കും. ഒരേ ട്രൈബിലുള്ളവർ ചില കക്ഷികൾ പകുതി അപ്പുറത്തും പകുതി ഇപ്പുറത്താവും. ഇതിൻ്റെയും പുറത്ത് ഈ പറയുന്ന റിസോഴ്സിനെ മാനേജ് ചെയ്യാനുള്ള ഈ പറഞ്ഞ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന ഈ പറഞ്ഞ ഈ വെസ്റ്റേൺ വേൾഡിലെ സ്റ്റൂജസായി നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ സ്റ്റൂജസായി നിൽക്കുന്ന ഭരണകർത്താക്കളും അവരുടെ മാഫിയാസും അവരുടെ ആർമീസും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു 3 ടയർ സിസ്റ്റമാണ് ആഫ്രിക്കയിൽ ഈ പറയുന്ന ഈ മുഴുവൻ സംഭവങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഏത് ലെവലിലും അടിയടക്കാം. അപ്പോൾ അങ്ങനെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലമാണ്. ടോട്ടലി ഈ പറഞ്ഞ ഇപ്പോഴും അങ്ങനെ ഒരു സെറ്റിൽമെൻ്റ് ഒന്നും ഒരു സ്ഥലത്തും എത്തിയിട്ടില്ലാത്ത ഒരു സ്ഥലമാണ്. കാരണം ഈ ഒരേ രാജ്യത്തിനകത്ത് 2 പാർട്ട് ഈ പറയുന്ന 3 ലെവലിലായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള കുടിപ്പകയാണ് പ്രധാനമായ പ്രശ്നം വരുന്നത്. ഞങ്ങളന്ന് ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയൊരു ഇൻറ്റേർണൽ ഫ്ലൈറ്റ് ഒരു കോൺഫ്ലിക്റ്റ് നടന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കോൺഫ്ലിക്റ്റിനകത്ത് ഈ പറഞ്ഞ പ്രസിഡന്റ് മരിച്ചു. ഈ പറയുന്ന അതുവരെ ഉണ്ടായിരുന്നതെല്ലാം ഒരു ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു മുസ്ലിം ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രി ടേക്ക് ഓവർ ചെയ്തു. മിനിസ്ട്രി ടേക്ക് ഓവർ ചെയ്തപ്പോൾ അതിൻ്റെ അടുത്ത കൗണ്ടർ റവല്യൂഷനായിട്ട് ഈ പറയുന്ന ഈ ക്രിസ്ത്യൻസൊക്കെ സംഘടിച്ചിട്ട് അവരുടെ അടുത്ത കൗണ്ടർ റവല്യൂഷൻ വന്നു, കൗണ്ടർ അറ്റാക്ക് വന്നു. ആ കൗണ്ടർ അറ്റാക്കിന് ഇടയ്ക്കാണ് ഈ പറഞ്ഞ ആ സമയത്തൊക്കെ നമ്മൾ ശരിക്കും ഈ പറഞ്ഞ ഏത് സ്ഥലത്തും ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഗസയിലാണ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിനകത്ത് കയറി ആക്രമിക്കുമ്പോൾ നമുക്കൊരു ഒരു ഇൻ്റർനാഷണൽ നിയമത്തിനൊക്കെ എതിരാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇത് മിക്കവാറും എല്ലാ യുദ്ധത്തിനകത്തും നടന്നിട്ടുണ്ട്. ഞാനവിടെ ബാങ്കുവിലെത്തുമ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട മിഷൻ തന്നെ അവിടെ ഈ ചൈനീസുകാർ നടത്തുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, ചൈനീസ് ഗവൺമെൻറ് നടത്തുന്ന ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റല് അടച്ചുപൂട്ടിയത് തന്നെ ഈ പറയുന്ന അന്ന് ഈ സ്ഥലങ്ങളെല്ലാം ഈ പറയുന്ന ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്, ആദ്യത്തെ സ്ഥലമാണ്. അപ്പോൾ പരിക്കേറ്റ ആൾക്കാർ മുഴുവൻ വരുന്നത് അവിടെയാണ്. ഈ ആദ്യത്തെ ഈ മുസ്ലിം റവല്യൂഷൻ ഉണ്ടായിപ്പോൾ അവർ ഭരണത്തിൽ കയറിയപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ആശുപത്രിക്കകത്ത് കയറി അന്ന് ഏകദേശം ഒരു 18 പേര് ഹോസ്പിറ്റലിനകത്ത് തിരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊന്നു. ഹോസ്പിറ്റലിനകത്ത് അതിനെ എതിർത്തിട്ടുള്ള ഈ പറ്റത്തില്ലെന്ന് പറഞ്ഞ നേഴ്സുമാരെയും വെടിവെച്ചു. ഒരു 6-7 നേഴ്സുമാരും ബാക്കിയുള്ള ജീവനക്കാരും ഒക്കെ മരിച്ചു. അതിനെ അടച്ചുപൂട്ടി, ഹോസ്പിറ്റൽ മൊത്തം അവരെ അടച്ചുപൂട്ടി. അപ്പോൾ അത് തിരിച്ച് തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഈ പറയുന്ന ഈ ആശുപത്രിക്കകത്ത് വെടിവെച്ച് നമ്മൾ തുറന്നു നോക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഭയങ്കര സ്മെല്ലും ഈ ഡെഡ് ബോഡീസ് കിടക്കുന്നു. ഒന്നും ഇത് എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല. പിന്നെ അതെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ നടത്താൻ പറ്റുന്ന ഒരു ലെവലിൽ എത്തിക്കും. പിന്നെ നമ്മൾ ജീവനക്കാരെ വേണമല്ലോ. അപ്പോൾ പഴയ ജീവനക്കാരെ വിളിച്ചപ്പോൾ അവരാരും വരുത്തില്ല. ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ പേടിയുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ അതുപോലെ എന്താ ഗ്യാരണ്ടി ഉള്ളത്, നമ്മൾ വീണ്ടും ഇതുപോലെ പെട്ടുപോകും, നമ്മൾ തട്ടിപ്പോവും, നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ ഉടനെ പോയി UN-ൻ്റെ കൂടെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ കൂടെ ആലോചിച്ച്, UN-ൻ്റെ കൂടെയൊക്കെ ആലോചിച്ച് ഫ്രഞ്ച് ഗവൺമെൻറ് അവരൊരു 10 സോൾജേഴ്സിനെ മതി ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ്
അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ന്യൂട്രലായിട്ടുള്ള ഒരു ഗവൺമെൻറ്, ഫ്രഞ്ച് ഗവൺമെൻറ് അവരുടെ ആൾക്കാർ വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ തിരിച്ചു വന്നതാണ്. തിരിച്ചു വന്നപ്പോഴുള്ള സ്ഥിതി വ്യത്യാസമാണ്. തിരിച്ചു വന്നപ്പോൾ പിന്നെ ഈ കൗണ്ടർ റെവല്യൂഷൻ വന്നു. കൗണ്ടർ റെവല്യൂഷൻ വന്നപ്പോൾ എന്താ, ഈ പറഞ്ഞ നേരത്തെ ഇവിടെ ഈ ഗവൺമെൻറ്റിലുള്ള ഈ പറഞ്ഞ ഈ ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ള മുസ്ലിങ്ങൾ അട്ടിമറിച്ചിട്ടാണ് ഈ ക്രിസ്ത്യൻ ഒരു ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ ഈ മുസ്ലിംസ് കൂട്ടത്തോടെ പലായനം ചെയ്യാണ്. ഈ കൂട്ടത്തോടെ പലായനം ചെയ്യുമ്പോൾ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഈ പറയുന്ന മറ്റവർ വെടിവെക്കും. ഓക്കെ. അവർ വെടിവെക്കും. വെടിവെക്കുമ്പോൾ ഈ പറഞ്ഞ ഈ കക്ഷികളെല്ലാം വന്ന് കയറുന്നത് ഈ ഹോസ്പിറ്റലിൽ. അപ്പോൾ നേരത്തെ നമ്മൾ ആലോചിച്ച് മുമ്പൊക്കെ ആണെങ്കിൽ നേരത്തെ ഈ ക്രിസ്ത്യൻസ് ആയിരുന്നു ആ സ്ഥലം, അതായത് കൊണ്ട് അവരായിരുന്നു ആ ഹോസ്പിറ്റലിനകത്തുള്ളത്. അപ്പോൾ അവരെ വെടിവെച്ച് ആ ഹോസ്പിറ്റലിൽ പൂട്ടിയിട്ടു. അപ്പോൾ പിന്നെ ഈ മുസ്ലിം റിലീജിയനിലെ ആൾക്കാർ മുഴുവൻ വന്ന് അവിടെ താമസമാക്കി. ഇപ്പോൾ അവർ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അവർ വെടിവെക്കുന്നു, അവരും ഹോസ്പിറ്റലിലാക്കുന്നു, ഈ ചുറ്റുമുള്ള ഏരിയ മുഴുവൻ ക്രിസ്ത്യൻസ്. അപ്പോൾ നമ്മൾ ഈ ഡൈനാമിക്സ് നമുക്ക് വലിയ മനസ്സിലായെങ്കിലും ആർമി ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു. ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മരുന്നൊന്നുമില്ല, ഒന്നും കിട്ടുന്നില്ല. അവസാനം UN കൂടെക്കാരുടെ കൂടെ അടികൂടി ബഹളമൊക്കെ ഉണ്ടാക്കി കുറച്ച് മരുന്നൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇൻസ്ട്രുമെൻറ്റ് സംഘടിപ്പിച്ചു, അനസ്തീഷ്യ മരുന്നുകൾ സംഘടിപ്പിച്ചു. ഇങ്ങനെ പതുക്കെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴും ഒരു ദിവസം വൈകിട്ട് ഞാനിങ്ങനെ ഇറങ്ങാൻ നേരത്താണ് നമ്മൾ കുടുങ്ങിപ്പോയി. നോക്കുമ്പോൾ ഒരു 10 ട്രക്ക് ഹോസ്പിറ്റലിനകത്തേക്ക് കയറി വരുന്നു. 10 ട്രക്കാണ് വരുന്നത്. 10 ട്രക്ക് വന്നിട്ട് അതിനകത്ത് ഈ പറഞ്ഞ മിലിറ്ററി വേഷത്തിലുള്ള കുറേ കക്ഷികളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലങ്ങ് വളയുന്നു. അവർ ഈ ലീഡർ വന്നിട്ട് എൻ്റെ അടുത്തൊരു പേപ്പർ ഹാൻഡ് ചെയ്തു. ഇങ്ങനെ നോക്കുമ്പോൾ നമ്പർ മാത്രമേ ഉള്ളൂ, 2, 4, 10, 15, 20, 30, കുറേ 32 അങ്ങനെ കുറേ നമ്പർ. ഞാൻ പറയുന്നത് എന്താ ഈ നമ്പർ, ഇവരെ വേണം നമുക്ക്, ഇത് ബെഡിൻ്റെ നമ്പറാണെന്ന്. ഏത് ഈ ബെഡിൽ കിടക്കുന്നവരുടെ പേഷ്യൻ്റ് വേണം, ഈ പേഷ്യൻറ്റിനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ. അവനെയൊക്കെ അവർ കംപ്ലീറ്റ് നേരത്തെ നമ്മളെ ആൾക്കാരെ തട്ടിയവന്മാരാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് ഒരു രാത്രി മുഴുവൻ നെഗോസിയേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നെഗോസിയേഷൻ ഞാൻ നടത്തിയിട്ടില്ല. അവർ ഇരിക്കാൻ പറയുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു, പിന്നെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പിന്നെ നഴ്സുമാരെ കൊണ്ടുവന്നിട്ട് അവരോട് സംസാരിക്കുന്നു, സിഗരറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ചാടി അടിച്ചു, നിങ്ങൾ ഈ സമയം കളയാൻ നമുക്കറിയാം, ഇത് കണ്ട് തോക്ക്, ഇതിന് 2 ഉണ്ടതിൻ്റെ തന്നെയായിരിക്കും. ഞാൻ മാത്രമേ ഉള്ളൂ, വാസ്തവത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഈ മറ്റവരോട് പോയി ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ 10 ട്രക്ക് വരുന്ന കണ്ടപ്പോഴേക്കും ഈ 10 മറ്റവർ പോയി, അവർ പോയി, ജീവനം കൊണ്ടോടി, അവർ പോയി. അപ്പം ഞാനിങ്ങനെ രാത്രി മുഴുവൻ ഇങ്ങനെ ഇരുന്ന് ഇവരോട്ട് ഇങ്ങനെ ഈ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പല സ്ഥലത്തും പോയ കഥകൾ പറയുന്നു. ഇടയ്ക്ക് അവർ പൊട്ടിച്ചിരിക്കുന്നുണ്ട്, ചിരിച്ചിട്ട് വീണ്ടും സീരിയസ് ആവും. സിറ്റുവേഷൻ സീരിയസ് ആവും. അങ്ങനെ എനിക്കറിയത്തില്ല. ആ പറഞ്ഞ ഒരു നെഗോസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ ഒരു 5 മണി വരെയുള്ള, വൈകിട്ട് ഞാൻ 5 മണിക്ക് അവിടെ ഇറങ്ങാൻ പോയിട്ട് രാവിലെ 5 മണി വരെയുള്ളൊരു നെഗോസിയേഷൻ ഉണ്ടായിരുന്നു ഇവരുമായിട്ട്. 5 മണിയായപ്പോഴേക്കും അവർക്കും പിന്നെ പറഞ്ഞു, ഞാൻ ബെഡിൽ കിടക്കുന്നവരില്ലേ, കുറച്ച് പുറത്തിറങ്ങി എന്നിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാം, നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്ത് ഈ ആശുപത്രി വെളിയിറങ്ങി നിങ്ങൾ വെടിവെച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. സോ ഇത് അപ്പോൾ ആ നെഗോഷിയേഷൻ രാവിലെ 5 മണിയായപ്പോൾ പിന്നെ ഈ പറഞ്ഞ ഫ്രഞ്ചുകാർ വലിയ ടാങ്കും ഒക്കെ ആയിട്ട് വന്നപ്പോൾ അവർ പിന്നെ അവർ പറഞ്ഞ്, ഇവരെ ഞാൻ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് നീ ഡോക്ടറൊക്കെ അല്ലയോ, അതുകൊണ്ടാണ് സമയം തന്നത്, ഇത്രയും ബഹുമാനിച്ചെന്നൊക്കെ പറഞ്ഞ് കൈ തന്നിട്ടാണ് പിരിഞ്ഞത്. അവർ കൈ തന്നെ പിരിഞ്ഞത്. അപ്പോൾ അവിടുത്തെ നമ്മൾ കാണുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ ഭയങ്കര, ഈ പറഞ്ഞ ഇവർ ഈ കുടിപ്പകയുടെ ഒരു
പീക്കിലെത്തിക്കുമ്പോൾ ആരെ കണ്ടാലും വെടിവെക്കും. അപ്പോൾ മാത്രം ബ്രൂട്ടലാണ്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ്റെ ഈ പറയുന്ന ഒരുത്തനെ ഓടിച്ചിട്ട് വെടിവെക്കുന്നു. നടു റോഡിൽ ഓടിച്ചിട്ട് വെടിവെച്ചിട്ട് അവൻ താഴെ വീണു. അവൻ്റെ കാലിൽ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് പോകുമ്പോൾ ഒരുത്തൻ ഈ പറയുന്ന ഒരു പാറ വലിയൊരു കല്ലെടുത്ത് അവൻ്റെ തലക്കടിക്കുന്നു. ലിറ്ററലി ഓൾ ദ ബ്രെയിൻ സ്പിൽസ് ഔട്ട് ഓൺ ദ റോഡ്. ഏറ്റവും നമുക്ക് പറഞ്ഞ് മനസ്സിലാവുന്ന കഴിഞ്ഞാൽ ഇത് ആരും ഒരാൾ പോലും അത് ഇങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുന്നതല്ലാണ്ട് നമ്മൾ സാധാരണ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഛർദ്ദിക്കാൻ വരും, അല്ലെങ്കിൽ തലകറക്കം വരും നമുക്ക്. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നതല്ലാണ്ട് ആരും ഒന്നും ഒരു അക്ഷരം പറയുന്നില്ല. അവർ ഒന്നും മിണ്ടുന്നില്ല. ചുറ്റുമുള്ളവർ വളരെ നിസ്സംഗരായിട്ട് നോക്കി നിൽക്കുന്നൊരവസ്ഥയാണ്. ദാറ്റ്സ് ലൈക്ക് നമ്മളാരും അറ്റ്ലീസ്റ്റ് എടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ ചെയ്യരുതെന്ന് പറയാനോ ഇറ്റ്സ് ലൈക്ക് ഒരു സൊസൈറ്റിക്ക് ട്രൈബിലൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഇവൻ അല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു പേടിയൊക്കെ ഗ്രസിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും പെരുമാറുന്നത്. സ്വന്തം ജീവൻ്റെ ഇത് കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ നോക്കിയിട്ട് അത് നടക്കില്ല എന്ന് ഈ പറഞ്ഞ ഈ നെഗോസിയേഷൻ നടക്കില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ട് അവർ പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇൻ ഷോർട്ട്, ഒരു വാർ ഫ്രണ്ട് ഡോക്ടർ ഒരു പ്രൊഫഷണൽ മറ്റേ നെഗോഷിയേറ്ററിൻ്റെ റോളും ഒരു ഗൈനക്കോളജിസ്റ്റും കൂടെയായിട്ട് ഒത്തിരി സ്വിച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൊഫസർ ഇൻ ഓർത്തോപീഡിയാക് ആൻഡ് ജനറൽ മെഡിസിൻ ഒരു വാർ ഫ്രണ്ട് ഡോക്ടറായി, അവിടെ നിന്നൊരു ഗൈനക്കോളജിസ്റ്റുമായി, ഇന്നിപ്പോൾ ഓവർനൈറ്റ് ഒരു നെഗോഷിയേറ്ററുമായി. അല്ല, പല സ്കിൽസ് വേണ്ടി വരും. ആക്ച്വലി നമ്മൾ ദിസ് ഈസ് സംതിങ് നമ്മളെപ്പോഴും അഡ്വക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അഡ്വക്കേറ്റ് വെച്ചാൽ ആസ് സച്ച് ഒരു വാർ സർജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാർ സർജൻ അല്ലെങ്കിൽ വാർ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്കിൽസാണ് വേണ്ടി വരുന്നത്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ സ്കിൽ. എല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല. എല്ലാ കാര്യങ്ങളും ഒരു സ്പെഷ്യാലിറ്റിയിലെ എല്ലാ കാര്യം അതാ പറഞ്ഞത്. അവരുടെ കൺസെപ്റ്റാണ് ബെറ്റർ. ജാക്ക് ഓഫ് ഓൾ ട്രേഡ് ആയിരിക്കണം. അല്ല, അവരുടെ ഈ പറഞ്ഞ ഡോക്ടർ നല്ല കൺസെപ്റ്റാണ്. ആ ഡോക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അവിടെ ആവശ്യമുള്ള, അപ്പോൾ ആ ഡോക്ടർക്ക് ഇനി വലിയ കൂടിയ കാര്യങ്ങളൊന്നും ഈ പറയുന്ന ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റോ ടോട്ടൽ നീ ഒന്നും അറിയത്തുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന കാർഡിയക് സ്റ്റെൻഡ് ഇടാനോ ഒന്നും അറിയത്തുണ്ടാവില്ല. പക്ഷേ ആ നാട്ടുകാർ അല്ലെങ്കിൽ യുദ്ധമേഖലയിലുള്ള ആൾക്കാരെ ചികിത്സിക്കാനായിട്ട് അറിയാം. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഈവൻ നമ്മൾ ഇവിടെ പോകുമ്പോഴും ഗസയിൽ പോകുമ്പോഴൊക്കെ ഉക്രൈനിൽ പോകുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്, ഈ ഞാൻ എമർജൻസി മെഡിസിനിലാണ് ഒരു ഉള്ളത്. അപ്പോൾ ഓർത്തോപെഡിക്സിലും എമർജൻസി മെഡിസിനിലൊക്കെ അല്ലാണ്ട് തന്നെ നമുക്ക് വേണ്ടി വരുന്ന സ്കിൽസ്, ഇപ്പോൾ അൾട്രാസൗണ്ട് ഉപയോഗിക്കേണ്ടി വരും. ഇറ്റ്സ് എ വെരി ഹാൻഡ് ഹെൽഡ് അൾട്രാസൗണ്ട് ഉണ്ട്. അത് അത്യാവശ്യമായിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും അവിടെ പോയി പഠിപ്പിക്കുന്ന ഒരു സാധനം ഇതാണ്, അൾട്രാസൗണ്ടിൻ്റെ എമർജൻസീസ് നമ്മളെ പഠിപ്പിക്കും. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് സർജറി, നമുക്ക് എല്ലാ പ്ലാസ്റ്റിക് സർജറി പറഞ്ഞ ഫ്ലാപ്പ് സർജറീസ് പറഞ്ഞ ഫ്രീ ഫ്ലാപ്പ് ഒന്നും അറിയണ്ട. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ ബോൺ കവർ ചെയ്യാനായിട്ട് റൊട്ടേഷൻ ഫ്ലാപ്പ് ചെയ്യാനായിട്ട് അറിയണം. ഈ പറഞ്ഞ സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ അറിയണം. ഓക്കെ, അങ്ങനെ കുറേ സാധനങ്ങൾ ഈ പറഞ്ഞ ഇത്. അതുപോലെ തന്നെ വാസ്കുലർ സർജറി, ഈ ഒരു ആർട്ടറി പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അയാളൊരു വാസ്കുലർ സർജനെ എത്തിക്കുന്നത് വരെ ഒരു മിനിമം ഒരു വാസ്കുലർ സ്റ്റെൻഡിങ് എങ്കിലും അല്ലെങ്കിൽ ഒരു മിനിമൽ സൂച്ചറിങ് എങ്കിലും എങ്ങനെ ചെയ്യണമെന്ന്. കാരണം അപ്പോഴേക്കും ഇവർ ഇപ്പോൾ ഒരു കാലിൽ രക്തഓട്ടമൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തെത്താനോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിനെ അവിടെ കൊണ്ടുവരാനുമ്പോഴേക്കും ഈ കാല് പോയി കഴിയും. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി അത്യാവശ്യം. ജനറൽ സർജറിയിൽ ഈ പറഞ്ഞ എപ്പോഴും ഈ പറയുന്ന വെടി കൊണ്ടുവരുന്ന അബ്ഡമൻ ഇഞ്ചുറി, ചെസ്റ്റ് ഇഞ്ചുറി ഒക്കെ എന്തായാലും ഉണ്ടാവും. ഒരു മിനിമം ഈ പറയുന്ന ഒരു സ്പ്ലനെക്ടമീസ്, ലിവർ ഇഞ്ചുറി മാനേജ് ചെയ്യുക, ഇൻഡസ്ട്രിയൽ ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അത് തൽക്കാലം സൂച്ചർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 4 ക്വാഡ്രന്റ് ഓപ്പൺ ചെയ്തിട്ട് 4 ക്വാഡ്രന്റ് പാക്കിങ്ങിൽ അറിയുക, ചെസ്റ്റ് ട്യൂബ് ഇടാൻ അറിയുക. അതുപോലെ ഗൈനക്കോളജി, ഇത് ഇങ്ങനെയുള്ള ഈ ഒത്തിരി സ്കിൽസ്, അതിനകത്ത് എല്ലാ സ്കിൽസും അല്ല വേണ്ട. ഇങ്ങനെയുള്ള ഒരു വാറിൽ ആവശ്യമായിട്ടുള്ള മുഴുവൻ സ്കിൽസും അറിഞ്ഞിട്ട് വേറൊരു സ്പെഷ്യാലിറ്റി ആയി തുടങ്ങേണ്ട ഫീൽഡാണ് വാസ്തവത്തിൽ. ഇപ്പം നെഗോസിയേഷൻ അറിയണം.
എങ്ങനെയാണ് നെഗോഷിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയണം, പെരുമാറാൻ അറിയണം. പെരുമാറാൻ അറിയണം. ഒരാൾ ചൂടായി വന്നു കഴിഞ്ഞാൽ എങ്ങനെ അയാൾ തണുപ്പിക്കാനെന്നൊക്കെ അറിയണം. അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ആരാണ് ഈ നമുക്കൊരു ഒരു ഒരു റിക്രൂട്ട് ചെയ്യുമ്പോൾ ഈ എഫിഷ്യൻ്റായിട്ട് ഇപ്പോൾ നമ്മൾ 10 പേര് വന്നു, ഒരാളെ ആരെ ഏൽപ്പിക്കാം, ഒരു കാര്യം നടത്താൻ ആരെ ഏൽപ്പിക്കാം. ഒരു ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റൽ ബിൽഡ് ചെയ്യാനായിട്ട് എവിടെ നിന്നാണ്, എങ്ങനെയാണ് പറ്റുന്നത്, ഏത് സ്ഥലമാണ് ഉപയോഗിക്കേണ്ടത്, പബ്ലിക് ഹെൽത്ത് കുറച്ചറിയണം. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വാസ്തവത്തിൽ ഇല്ല, ലോകത്ത് അങ്ങനെ വാസ്തവത്തിലില്ല. നമ്മളിങ്ങനെ അക്യൂർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് നമ്മളിങ്ങനെ പോയി പല സ്ഥലത്തും ചെയ്യുമ്പോൾ വാനുവാറ്റുവിൽ പോകുമ്പോൾ നമുക്കവിടെ പോയിട്ട് വാസ്തവത്തിൽ ഒരു ഫ്ലഡിലൊക്കെ ഈ പറഞ്ഞ ഓർത്തോപെഡിക് സർജറി ഒന്നും ചെയ്യാനില്ല. ഒറീസയിലോ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാനില്ല. കൈലാസത്തിൽ മറ്റേ ഇത് അവിടെ വന്നപ്പോഴും സന്തോഷമായിട്ടും പോയി അവിടെ ഹെലികോപ്റ്ററിൽ ഇറങ്ങാൻ തന്നെ എത്ര പ്രാവശ്യമായിരുന്നു. അപ്പോൾ ഇതൊന്നും നമുക്ക് അപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ വേണ്ടത് പബ്ലിക് ഹെൽത്താണ്. പബ്ലിക് ഹെൽത്ത് ഈ പറയുന്ന സാധാരണ അസുഖങ്ങൾ, ഈ പറയുന്ന ക്യാമ്പ് മാനേജ്മെൻറ്റ്, ഒരു ക്യാമ്പിനകത്ത് എത്ര പേര് പറ്റും, അല്ലെങ്കിൽ ടോയ്ലറ്റ് എത്ര എണ്ണം വേണ്ടി വരും, ടോയ്ലറ്റ് എങ്ങനെ ചെയ്യണം, കുടിക്കുന്ന വെള്ളം സോഴ്സ് എങ്ങനെയാണ്, അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ അറിയണം, എപ്പിഡമിക് വരാതെ നോക്കണം. അപ്പോൾ ദീസ് ആർ ദ തിങ്സ്. ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ വാസ്തവത്തിൽ ഒരാൾക്ക് ഉണ്ടാവേണ്ടത്. റിസോഴ്സ്ഫുൾ ആയിരിക്കണം, ഒരാളെങ്കിൽ ഒരാൾ റിസോഴ്സ്ഫുൾ ആയിരിക്കും. ഇത് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. സമോൺ വി ക്യാൻ മാനേജ് ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പോൾ എല്ലാ സ്പെഷ്യാലിറ്റി പറയാൻ അറിയേണ്ട, ഒരു സ്പെഷ്യാലിറ്റിക്കുള്ള മുഴുവൻ കാര്യമൊന്നും അറിയണ്ട. ബട്ട് ദർ ആർ മിനിമം തിങ്സ് വിച്ച് യു നീഡ് ടു നോ ഫ്രം ഡിഫറെൻറ്റ് സ്പെഷ്യാലിറ്റീസ്. ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആയിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി വാസ്തവത്തിലുള്ളതാണ്. മിനിമം നമ്മൾ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇത് മാത്രമായിട്ട് ഇങ്ങനത്തെ സ്കിൽസ് പഠിക്കുന്നില്ല. ഓരോ സ്കിൽസും പഠിക്കുന്നത് സ്പെഷ്യലൈസേഷനിലാണ് ഇവിടെ പഠിക്കുന്നത്. മറ്റേ നമ്മൾക്ക് അവിടെ വേണ്ടത് ഇങ്ങനെ ഓരോ സ്പെഷ്യാലിറ്റിയിലെയും സ്കില്ല് കുറച്ചായിട്ട് വേണ്ടി വരും. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പോൾ അത് എല്ലാ രാജ്യവുമൊക്കെ ഇപ്പം അങ്ങനെ യൂണിവേഴ്സിറ്റികളിലും അങ്ങനെ ഇല്ല. കാരണം ഒരു രാജ്യവും നമ്മുടെ സ്ഥലത്ത് ഒരു യുദ്ധം നടക്കുമെന്ന് വിചാരിക്കുന്നില്ല. അപ്പോൾ അവർ ഈ യുദ്ധം വന്നു കഴിഞ്ഞ് അതിനകത്ത് എത്തിപ്പെടുമ്പോഴാണ് ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ ദാറ്റ്സ് ഒരു ഈ എല്ലാവരും ഒക്കെ ഈ യുദ്ധം എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ആണെന്നും അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്ന് വേറെ ആളെങ്കിലും യുദ്ധമുള്ള സ്ഥലത്ത് പോയി സഹായിക്കാനെങ്കിലും ഇത് ഉപയോഗിക്കാമല്ലോ. കരിക്കുലമിൽ ഇങ്ങനെ ഒരു സാധനം കൂടെ കൊണ്ടുവന്നാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു കോഴ്സ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയൊക്കെ ഇങ്ങനെ ഒരു കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേർക്കൊക്കെ ആക്ച്വലി ഗുണം ചെയ്യും. ഈ സൊമാലിയയിൽ മൗഗദിഷു അവിടെ ഒരു റോക്കറ്റ് ലോഞ്ചറിൻ്റെ ത്രെട്ട് കാരണം സന്തോഷേട്ടനൊക്കെ ഒരു 3 മണിക്കൂർ ഫീൽഡിൽ കമന്ന് കിടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞത്. അങ്ങനത്തെ ഒക്കെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബ്ലാങ്ക് ആവുമോ, അതോ സാധാരണ നമ്മൾ സിനിമയിലൊക്കെ പറയില്ലേ, എനിക്ക് പെട്ടെന്ന് എൻ്റെ വീട്ടുകാരെ ഓർമ്മ വന്നു, ഇങ്ങനത്തെ ഇതൊക്കെ പിക്ചേഴ്സൊക്കെ വന്നു, അച്ഛനും അമ്മയൊക്കെ വന്നു പോയി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എങ്ങനെ എന്തായിരുന്നു ആ സമയത്തുള്ള ഒരു അവസ്ഥ, മൈൻഡ് സ്റ്റേറ്റ് എന്തായിരുന്നു? ആക്ച്വലി നമ്മളതിനകത്ത് 3 പേരുണ്ടായിരുന്നു. ആ വാനിനകത്ത് 3 പേരുണ്ടായിരുന്നു, ഡ്രൈവർ കൂടാതെ. അപ്പോൾ മൊഗാഡിഷുവിൽ സ്റ്റിൽ ഇറ്റ്സ് ലൈക്ക് ക്ലാൻ വാർ. ക്ലാൻ വാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ താഴെയാണ്, ഈ ട്രൈബൽ വാറിനെക്കാട്ടി കുറച്ചുകൂടെ താഴെയാണ്. ജാതി ഈ പറഞ്ഞ ചെറിയൊരു കൂട്ടമാണ്, അപ്പോൾ ക്ലാൻസ് ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഇക്വേഷൻസ് എപ്പോഴും മാറും. അവർ സ്ഥിരമായ ഇക്വേഷൻസ് അല്ല. ഇന്ന് ഭയങ്കര കൂട്ടായിരിക്കുന്നവർ നാളെ അടികൂടും. അപ്പോൾ നമുക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ആരാണ് എതിരാവുന്നത്, ആരാണ് ഇങ്ങനെ നമുക്ക് ഒരു കൂട്ടുകൂടിയിരിക്കുന്നവരൊന്നും ഭയങ്കര ഡൈനാമിക് ആയതുകൊണ്ട് ഈ 2 നേതാക്കന്മാർ ഒരു പ്രാവശ്യം ഒരു ഷാപ്പിൽ പോയി കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവർ കൂട്ടായി. അവർ പറഞ്ഞ് മച്ചായി. അതേ മാറി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കഴിഞ്ഞാൽ വളരെ സുഹൃത്തുക്കളായിരിക്കുന്ന കക്ഷികൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളായി. അപ്പോൾ ഇതെല്ലാം അങ്ങനെ മാറിയും. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനത്തെ ഇക്വേഷൻസ് പലപ്പോഴും നടക്കത്തില്ല. അപ്പോൾ മാത്രമല്ല ക്ലാൻസിനകത്ത് ഒരു സ്ഥലത്ത് ഹോസ്പിറ്റൽ തുടങ്ങാനും പറ്റത്തില്ല.
ഒരു ക്ലാൻ്റെ സ്ഥലത്ത് ഹോസ്പിറ്റൽ തുടങ്ങിയാൽ നീ നമ്മൾ ആ ക്ലാൻ്റെ ആളായിട്ട് മറ്റൊരു ചിത്രീകരിക്കും, ഓ ഓ ഓക്കെ. മറ്റേ ചിത്രീകരിക്കും. എല്ലായിടത്തും തുടങ്ങാനും നമുക്ക് പറ്റത്തില്ല, അത്ര റിസോഴ്സ് നമുക്കില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും മൊബൈൽ ക്ലിനിക്സ് ഒക്കെ ആയിരിക്കും നടത്തുന്നത്. എല്ലാ സ്ഥലത്തും ഓരോ ദിവസവും ഒരു ആളുടെ ഏരിയ ഇങ്ങനെ ഡിവൈഡ് ചെയ്തൊക്കെ ആയിരിക്കും നമ്മൾ നടത്തുന്നത്. പക്ഷേ ഈ ക്ലാൻസിൻ്റെ ഇതായതുകൊണ്ട് ഈ ക്രോസ് ഫയറിൽ നമുക്ക് മറ്റതൊക്കെ ഈ ക്രോസ് ഫയറൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷേ ഈ ക്രോസ് ഫയർ ഇവിടെ ഊഹിക്കാൻ പറ്റത്തില്ല, എവിടെയാണ് ഒരു വെടിവെയ്പ്പ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും ഒക്കെ എന്തെങ്കിലും ഇവന് അപ്ഡേറ്റ് ആയാലും പോലും ഈ ക്രോസ് ഫയറിനിടയ്ക്ക് കുടുങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ടപ്പടപ്പടെ ഒച്ച കേൾക്കുന്നു, വണ്ടിയിലൊക്കെ വന്ന് ബുള്ളറ്റ് ഇടിക്കുന്നു, പൊത്തു പോകുന്നു, ടയർ പഞ്ചറാവുന്നു, ടയർ പോകുന്നു, ഡ്രൈവർ ഇറങ്ങി ഓടുന്നു. അതാണ് നമ്മൾ സീൻ കാണുന്നത്, സീൻ എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കിതിനെ കുറിച്ചിട്ട് അപ്പോൾ മനസ്സിലായി ഇത് ക്രോസ് ഫയറിനകത്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ക്രോസ് ഫയർ ആണെങ്കിൽ അടുത്ത നമ്മൾ പ്രോട്ടോക്കോൾ ഇറങ്ങി താഴെ കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ താഴെ കിടന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന വെടിവെയ്പ്പ് നടക്കുന്നുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി നമ്മളെ പുറത്തൊന്നും കൊള്ളത്തില്ല. പിന്നെ നമ്മൾ പിന്നെ വേറെ കാര്യമൊന്നുമില്ലല്ലോ, നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിരിക്കാൻ തുടങ്ങി അവിടെ തന്നെ അവിടെ കിടന്നിട്ട്. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല, അല്ലാതെ തട്ടിപ്പോകുന്നൊക്കെ ആലോചിച്ചിട്ട് കിടന്നിട്ടൊന്നും കാര്യമില്ല. അല്ല, ആ ഇനീഷ്യൽ ഇൻസ്റ്റന്റില് ഒരു ഫസ്റ്റ് ടൈമർ ആണെച്ചാല് ശരിക്കും ഷാറ്റേർഡ് ആവില്ലേ ആ ഒരു. ആക്ച്വലി എല്ലാ സ്ഥലത്തും വെടിവെപ്പ്, ബുള്ളറ്റ്, ഈ പറഞ്ഞ ഗൺ ഷോട്ട്സ് എന്തായാലും കേൾക്കും. പിന്നെ ഒരു ഫസ്റ്റ് ടൈം ഒക്കെ പോകുമ്പോൾ മാത്രമായിരിക്കും നമുക്ക് അതിനെ കുറിച്ചൊരു അമ്യൂസ്മെൻ്റ് ഒക്കെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ എല്ലായിടത്തും ഈ പറഞ്ഞിട്ട് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു കേൾക്കുന്നൊരു ഒച്ച ടക്ക് 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 ട്ര അങ്ങനെ പറയുന്ന ഈ മെഷീൻ കണ്ടുപിടി വെച്ച സിംഗിൾ ഷോട്ട്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂം ഈ പറയുന്നത് ഇങ്ങനെ വലിയ ഇത് പീരങ്കിയിട്ട് ഈ പറഞ്ഞ് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ, അതെല്ലാം നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് മിക്കവാറും എല്ലാ സ്ഥലത്തും കേൾക്കാൻ പറ്റും. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് വിചാരിക്കും ഇതൊക്കെ അടുത്താണെന്ന്. അപ്പോൾ പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വെടി വെച്ച് കേൾക്കുമ്പോൾ ഇത് കുറച്ച് ദൂരെ ഗേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫെമിലറൈസ്ഡ് ആവും. അപ്പോൾ ഇനിഷ്യൽ സംഭവം മാത്രമേ ഈ വെടി ഉച്ച കൊണ്ട് ഉള്ള ഈ പറയുന്ന നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ടൊക്കെ അങ്ങനെ തോന്നാറുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നതൊക്കെ നോർമൽ. അത് എല്ലാ സ്ഥലത്തും നമ്മൾ ഈ വാർ നടക്കുന്ന പട്ടാളക്കാരുടെ ചോദിച്ചാൽ അവർ പറയും ഇത് സെയിം സംഭവം, ഇത് ഇങ്ങനെ ഈ ഒച്ച കേൾക്കുന്നത് ഭയങ്കര നോർമലായിട്ട് തന്നെ പോകുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷനൊന്നും അല്ല, മിക്കവാറും ഒക്കെ എല്ലാ സ്ഥലത്തും ഒക്കെ ഈ തോക്ക് പിടിച്ച് നിൽക്കുന്ന ആൾക്കാർ എന്തെങ്കിലും നമ്മൾ ഈ പറയുന്ന എല്ലാ ചെക്ക് പോയിൻറ്റ്സിലും കാണും. അവരൊക്കെ ഈ പറയുന്ന പ്രത്യേകിച്ച് എന്തെങ്കിലും ട്രെയിനിങ്ങുള്ള കക്ഷികളൊന്നും ആയിരിക്കില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ആകാശത്ത് വെടിവെക്കുന്നതാണ്. ഈ ആകാശത്ത് വെടിവെക്കുന്നത് ഈ പറഞ്ഞ നമ്മളത്ര വിചാരിക്കും അത്ര ഒരു സില്ലി തിങ്ങാണ്. ഈ ന്യൂട്ടൺ എന്നൊരു മനുഷ്യനുണ്ടല്ലോ, അപ്പോൾ ആക്ച്വലി ഈ ഗ്രാവിറ്റി കണ്ടുപിടിച്ചതോടുകൂടി ഈ ബുള്ളറ്റൊക്കെ താഴെ വീഴുന്ന മതി. ഗ്രാവിറ്റി കണ്ടുപിടിച്ചപ്പോ തൊട്ടാണ്. അപ്പോൾ ഈ ബുള്ളറ്റൊക്കെ മോളിൽ പോയി കഴിഞ്ഞാൽ താഴെ വരുന്നുണ്ട്. ഇത് താഴെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ വെടിവെക്കുന്ന അതേ സ്പീഡ് തന്നെ താഴെ എത്തുമ്പോൾ ഉള്ളത്. അത് വലിയ തല വീണ് കഴിഞ്ഞാൽ തട്ടിപ്പോയി. ആക്ച്വലി നമ്മളിപ്പോൾ മുകളിൽ അടി വെടിവെക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഡേഞ്ചറസ് ആണ്, ആക്ച്വലി ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ ഈ കഴിവതും ഇങ്ങനെ വെടിവെക്കുന്ന ആളുടെ അടുത്ത് ഈ വെക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ അങ്ങനെ പോകാതിരിക്കുക. പക്ഷേ അതേസമയം ചെക്ക് പോയിൻറ്റ്സിൽ എന്തായാലും പോയേ പറ്റൂ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും ചെക്ക് പോയിൻറ്റ്സിൽ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചെക്ക് പോയിൻറ്റ്സിൽ എന്തായാലും നമ്മൾ ഈ പറയുന്ന ഇതിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്തായാലും ഫേസ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. അവിടെ നമ്മൾ ഈ ഇങ്ങനെയുള്ള പലപ്പോഴും ആൾക്കാർ നിർത്തി വെടിവെക്കുന്നതോ ആരെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ പറഞ്ഞത് അതൊക്കെ പലപ്പോഴും കാണാറുണ്ട്. ഈ ചെക്ക് പോയിൻറ്റ്സിൽ ആരെങ്കിലുമൊക്കെ ഇവരുടെ എതിർ കക്ഷികളായിട്ടുള്ള കക്ഷികളെ കിട്ടിക്കഴിഞ്ഞാൽ ഓടിച്ചിട്ടുണ്ട് പോയിട്ട് ഒരു ഗാരേജിലോ ഇല്ലെങ്കിൽ ഓപ്പൺ സ്ഥലത്തോ കൊണ്ടുപോയിട്ട് പോയിൻറ്റ് ബ്ലാങ്കിൽ വെടിവെക്കുന്നതും
അതൊക്കെ പലപ്പോഴും നമ്മൾ കാണും. ആ, അത് ഈ പറഞ്ഞ ഇൻ ഡ്യൂ കോഴ്സ് ഫസ്റ്റ് ടൈം കാണുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും. നമുക്ക് ഈ സ്പേസിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹ്യൂമാനിറ്ററിയൻ സ്പേസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവുന്നൊരു സ്പേസാണ്. ഞാൻ എപ്പോഴും ഉദാഹരണം പറയുന്നത് വെച്ചൊക്കെ ഇപ്പോഴാണ് അങ്ങനെ സമരമൊന്നും അത് വലുതായിട്ടില്ല. മുമ്പൊക്കെ വലിയ സമരങ്ങളാണ്. ഈ കല്ലേറും ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ എപ്പോഴും കാണാം. അതെ, നമ്മളൊക്കെ വളർന്ന കാലഘട്ടത്തിലൊക്കെ മുഴുവൻ ഈ പറഞ്ഞ കല്ലേറ്, ബസ് കത്തിക്കൽ, കാറ് കത്തിക്കൽ, കണ്ടിന്യൂസ് അടിയായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് അടിയായിട്ടുള്ള സമരങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് ഈ പറയുന്ന ഈ ജേർണലിസ്റ്റുകൾ ഈ ക്യാമറയും കൊണ്ട് അവിടെ ഇവിടെ ഇരുന്നിട്ട് അതെ, ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ ആക്ച്വലി ആ ഫോട്ടോ എടുക്കുമ്പോൾ അവർക്കറിയാം ആ ഒരു എവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കല്ലേറും കൊള്ളാതെ നല്ലൊരു വ്യൂ പോയിന്റ് എങ്ങനെ കിട്ടുമെന്ന് നമുക്കറിയാം, അവർക്കറിയാം. ഞാനതാണ് എപ്പോഴും എക്സാമ്പിൾസ് പറയാറുള്ളത്. അപ്പോൾ അതുപോലൊരു സ്പേസ് നമുക്ക് ഈ നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾ നമുക്ക് ഉണ്ടാവും. അത് ഇന്ത്യ കോഴ്സ് ഇപ്പോൾ അതൊരു നമുക്കൊരു വലിയ സ്പേസ് ആയിട്ട് പറയാം. ഇപ്പോൾ ഞാണൻവേൽ ഈ പറഞ്ഞ പോകുന്ന കക്ഷിക്ക് ആ റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈവേ ആണ്. ആ റോപ്പ് അയാളുടെ ഹൈവേ ആണ്. അയാൾക്ക് ഈ പറയുന്ന അതിനകത്ത് ആ സ്പേസ് ആണ് ചെറിയ, നമുക്ക് തോന്നും വലിയ ചെറിയ സ്പേസ് ആണെന്ന്. ഇറ്റ്സ് ലൈക്ക് എ വെരി ബിഗ് റോഡ് ഫോർ ഹിം. ഡ്യൂറിംഗ് ദ കോഴ്സ് അൺനോയിങ്ലി നമ്മൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഒരു 5th സെൻസ് ഒന്നോ 6th സെൻസ് ഒന്നൊക്കെ പറഞ്ഞ ഈ സമയം എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തു കൂടെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും. സോ ദാറ്റ്സ് ഹൗ വി മാനേജ് ഈ പറയുന്ന ഇങ്ങനത്തെ ഈ എന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ ഇത്രയും സമയം കിടന്നിട്ട് അവസാനം ഇവർ പല സ്ഥലത്തും വിളിച്ച് പറഞ്ഞ് രണ്ട് കക്ഷി ആരും ഐഡൻറ്റിഫൈ ചെയ്യണം, വെടിവെക്കുന്ന തമ്മിൽ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുടെ നേതാക്കളെ വിളിച്ചിട്ട് നമ്മൾ 2 അവിടെ കിടപ്പുണ്ട്, അവനൊക്കെ എടുത്തിട്ട് നീ വെടിവെക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു സെറ്റിൽമെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുന്നത് തന്നെ ഭയങ്കര രസകരം. ഈ പറഞ്ഞ ആണുങ്ങളൊന്നും പോയി നടക്കൂല. മിക്കവാറും ഈ പറഞ്ഞ ഇതെല്ലാം പോയി ചെയ്യുന്നത് വളരെ ഈ പറഞ്ഞ വെസ്റ്റേൺ വേൾഡിലെ സ്ത്രീകളുണ്ട്. അയ്യോ, അവർ റിയലി ഈ പറഞ്ഞ ഈ ഭയങ്കര ധൈര്യശാലികളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പൊതുവെ സ്ത്രീകൾ ഈ കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കര ബെറ്ററാണ്. റിയലി ഫാർ ബെറ്റർ ദാൻ കൺവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇത് പറഞ്ഞ നമ്മൾ ഈ ലോജിക്കൽ സീക്വൻസ് ഒന്നും അല്ലാതെ തന്നെ വളരെ ഇമോഷണൽ സീക്വൻസസിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും, ആൾക്കാരെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെറുതെ നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾ വെടിവെക്കുന്നത് വളരെ ശരിയല്ല, ഹ്യൂമാനിറ്ററിയൻ ലോ ആണ് എന്നൊക്കെ നമ്മളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പോടാ പോലെ വെടിവെക്കും. അതൊക്കെ പെണ്ണുങ്ങൾ പോയി പറയുമ്പോൾ ഗായ് കം ഓൺ ലെറ്റ്സ് സ്മോക്ക് എ സിഗരറ്റ്, ഒരു സിഗരറ്റ് എടുത്ത് കൊടുക്കും. അതിന് സിഗരറ്റ് എടുത്ത് ഓടപ്പോട്ടെ ബ്രേക്ക് ഓക്കെ അഗ്രീഡ്. അപ്പൊ ഈ സംഭവം തീർന്നു, ആ ബ്രേക്ക് ആയിരുന്നു, അവര് എടുത്തോണ്ട് പോകുന്നു. അവർ ചെയ്യുന്ന നമ്മൾക്കിത് ആലോചിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ആ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോകും. നമ്മളത് ഇങ്ങനെ ഭയങ്കര ശൂരപരാക്രമികളായിട്ടാണ് നമ്മൾ ഇങ്ങനെ വഴി കിടന്ന് വെടി കൊള്ളാതെയൊക്കെ ആശുപത്രി തിരിച്ചെത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ അവിടുത്തെ ജീവനക്കാർ അവർക്ക് പുല്ല് വില. അവർ പറയുന്നു നീ ഇതിനെ 3-4 മണിക്കൂറിലേക്ക് കിടന്നു, നമ്മളും ഇവിടെ ദിവസങ്ങളോളം കിടന്നിട്ടാണ് പോകുന്നത് വീട്ടിലോട്ട്. അവർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ചുമ്മാ ഇതിനെ വെടിവെച്ചുകൊണ്ട് പോകുന്നു. എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവർ ചുമ്മാ ഒരു ബൈക്കിൽ കയറിയിട്ട് തോക്കം പിടിച്ചിട്ട് അത് അമർത്തി വെച്ചുകൊണ്ടിരിക്കുന്നു, പിടിച്ചോണ്ട് പോകും. ആ വരുന്ന എല്ലാവരും മരിക്കും, ഇല്ലെങ്കിൽ ഒളിവുള്ളൂ, ഇല്ലെങ്കിൽ ഓടിത്തള്ളും, കുറേ പേര് മരിക്കും. അവരെയൊക്കെ എല്ലാം എടുത്തുകൊണ്ട് ലോറിയിലാണ് കൊണ്ടുവരുന്നത്. വലിയ ലോറിയിൽ ഇങ്ങനെ എല്ലാം എടുത്ത് കൊണ്ടുവരും. റിവേഴ്സിൽ ഈ എമർജൻസി റൂമിൽ നമ്മൾ റിവേഴ്സ് ഈ പറയുന്ന ഈ ബോഡി വരും.